ഫെബ്രുവരി 19 കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റ്, അതായത് ഇനി മുതൽ ഡയറക്ട് സെല്ലിംഗ് കയർ വകുപ്പ് പോലെ, തുറമുഖ വകുപ്പ് പോലെ ഡയറക്ട് സെല്ലിംഗ് ഒരു മന്ത്രാലയത്തിന്റെ കീഴിലായി കഴിഞ്ഞു. കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴില് ഒരു സാധാരണ ജെനുവൻ ബിസിനസ് മെത്തേഡ് ആയി കഴിഞ്ഞു ഡയറക്ട് സെല്ലിംഗ്. അതിന്റെ ഗുണമൊക്കെ എനിക്ക് എന്താ സർ, എനിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ച ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ, കേരളമായിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ, നമ്മുടെ നാടിന് ഇന്ന് കാണുന്ന സാമ്പത്തിക അവസ്ഥ ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഞാൻ പല GTSകളിൽ വരെ, ബേസിക് മീറ്റിംഗിൽ വരെ പറയാറുള്ളതാണ്. അതായത് 1970കളിൽ അധ്വാനിയായ ഒരു ചെറുപ്പക്കാരൻ്റെ കൽ നമ്മൾ ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അവൻ ഒറ്റ വാക്കി പറയും, സർ എനിക്കൊരു വിസ തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വിസയ്ക്കായിരുന്നു. ആ സമയത്തല്ലേ കേരളത്തിൽ വിസ തട്ടിപ്പ് തുടങ്ങുന്നേ? യെസ് ഓർ നോ? അന്ന് പിന്നെ സൗദിയിലോട്ടോ ഗൾഫിലോട്ടോ പോകുന്ന നിൽക്കുന്ന ആൾക്കാരെ അമ്മാവന്മാർ ഉപദേശിച്ചിരുന്ന ഇങ്ങനെയാണ്, വല്ല കള്ള വിസയാണോ എന്ന് നോക്കണം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് പുറത്തോട്ട് അയക്കാൻ നോക്കിയിട്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് തിരിച്ചു കൊടുത്തു വിട്ടു. ഇങ്ങോട്ട് എടുക്കാനും പറ്റാതെ ഇടയ്ക്ക് കുടുങ്ങി എത്രയോ ബിസിനസ്സുകാർ സൂയിസൈഡ് ചെയ്ത വാർത്ത ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് എന്റെ ചെറുപ്പത്തിൽ. വിദേശ കച്ചവടം നടത്താൻ നോക്കി തകർന്ന ആൾക്കാർ. ആ മേഖലയിൽ തട്ടിപ്പും കൊള്ളയും കുഴപ്പങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴാണ് സർക്കാർ ഇടപെട്ട് ആദ്യം ഒരു നിയമം കൊണ്ടുവന്നു. ഫെറ എന്ന അതിന്റെ പേര്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. പിന്നീട് അത് ഫെമയായിട്ട് മാറി. ഇന്നത്തെ വിദേശ നാണ്യം ഇല്ലെങ്കിൽ കേരളം ഉണ്ടോ? സത്യത്തിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് വിദേശ പണമല്ലേ? എന്നാൽ 1970 ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് ഈ മേഖലയിലാണല്ലോ. യെസ് ഓർ നോ? പ്രതികരിക്കണേ. സമ്മതിക്കുന്നോ? സമ്മതിക്കുന്നു. ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഇന്ന് 50 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ പേപ്പറിൽ തന്നത്? പറയാം. എല്ലാവരുടെയും ആകാംക്ഷ ഈ പറയുന്നതല്ല, നോക്കും. ഞാനും അങ്ങനെ കേട്ടോ. എന്തായിരിക്കും ഈ ഇൻഷുറൻസ് ഇൻഡസ്ട്രി സംബന്ധിച്ചത്? ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ഇൻഷുറൻസിന്റെ പേരിൽ ഇഷ്ടംപോലെ തട്ടിപ്പുകൾ ആൾക്കാർ നടത്തി. കമ്പനികളുടെ പാർട്ടിൽ നിന്ന്, കമ്പനി ചെറിയ രീതിയിൽ ഫീൽഡിൽ നിൽക്കുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ ഭാഗത്തുനിന്ന്. ഇത് കൂടിയ സമയത്ത് സർക്കാർ ഇടപെട്ട് IRDA എന്ന ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ കൊണ്ടുവന്നു. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 50 ലക്ഷം കുടുംബം ഇന്ന് പ്രത്യക്ഷമായി ഇൻഷുറൻസിനെ കൊണ്ട് മാത്രം ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എല്ലാത്തരം ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഈ മേഖലയിൽ ആദ്യം കൊള്ളക്കാരും കള്ളന്മാരും ഇല്ലായിരുന്നോ പലരും വന്നത്? യെസ് ഓർ നോ? ആണോ അല്ലയോ? 1996 സർക്കാർ സ്കൂളുകൾ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് ഇന്റർനെറ്റ് വന്നു, കമ്പ്യൂട്ടർ വന്നു. തൊട്ടു പുറകെ ഇന്റർനെറ്റ് തട്ടിപ്പ് വ്യാപകമായി. സർക്കാർ ഇടപെട്ടു. 2002 സൈബർ ലോ കൊണ്ടുവന്നു. ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഈ ഹോളിൽ ഇരിപ്പുണ്ടോ? കയ്യിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത? ഇന്റർനെറ്റ് തട്ടിപ്പ് കൂടിയ സമയത്ത് സൈബർ ലോ വന്നു. 4ാമതൊരു പ്രധാനപ്പെട്ട മേഖല ഞാൻ ഇന്നും ഓർക്കുന്നു. 1990 ഞാൻ 2ലോ 3ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം പത്രത്തിലെ പ്രധാന തലക്കെട്ട് ഹർഷത് മേത്ത ഓഹരി കുംഭകോണം എന്നാ വന്നത്. എനിക്കറിയില്ല എന്തുവാ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ കുംഭകോണം എന്താന്ന് ചോദിച്ചാൽ അമ്മ പറയും തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ്. പാവം, എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല കുംഭകോണം. അന്ന് ഷെയർ മാർക്കറ്റിൽ കാശിട്ടവരെല്ലാം ഇഷ്ടംപോലെ തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ ആൾക്കാർ പേടിച്ച് നിക്ഷേപങ്ങൾ നടത്തുന്ന സമയമാണ്. കടലിൽ കളഞ്ഞാലും ഷെയറിൽ ഇടണ്ട എന്ന ആൾക്കാർ പ്രഖ്യാപിച്ചിരുന്ന സമയമാണ് 1990കളിൽ. ആ സമയത്താണ് സർക്കാർ ഇടപെട്ടു. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി കൊണ്ടുവന്നു. ഇന്ന് ഇൻഷുറൻസ് ഇല്ലാത്ത ഇന്ത്യയെ കുറിച്ചും കേരളത്തിനെ കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇതേപോലെ 5ാമതൊരു മേഖല നമ്മൾ ഓർക്കുന്നുണ്ട്. 90കളിൽ ഇങ്ങോട്ടൊരു ഫോൺ വന്നപ്പം അങ്ങോട്ട് 16 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇൻകമിങ്ങിനും പൈസ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? 2G 3G അഴിമതിയൊക്കെ അരങ്ങ് തകർത്ത സമയത്ത് സർക്കാർ അവിടെ ഇടപെട്ടു. ട്രായ് എന്നൊരു നിയമം കൊണ്ടുവന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഏത് ഇൻഡസ്ട്രിയുടെയും ആരംഭ സമയത്ത് ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ വ്യാപകമായി വിഹരിക്കുന്നത് അതൊരു സാധാരണ സംഭവമാണ്. ഡയറക്ട് സെല്ലിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പല മേഖലകളെ പോലെ, ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ പോലെ, ഇന്റർനെറ്റിനെ പോലെ, ഷെയർ മാർക്കറ്റിനെ പോലെ, വിദേശ വിനിമയ വരുമാനത്തെ പോലെ ഈ മേഖലകളെല്ലാം ആദ്യം കുഴപ്പക്കാരുടെ കയ്യിലാണെങ്കിൽ ഈ മേഖലയ്ക്കൊക്കെ നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞപ്പോൾ ഈ മേഖലയെ കൂടെ രാജ്യത്തും വ്യക്തികൾക്കും ഉണ്ടാകുന്ന വരുമാന വളർച്ചയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. രാജ്യത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ച് ആലോചിക്കുക. ഇതേപോലെ 1990കളിൽ മാത്രം നമ്മുടെ രാജ്യത്തെ ശക്തി പ്രാപിച്ച ഡയറക്ട് സെല്ലിങ്ങിലും ആദ്യം വന്ന ഒറിജിനലിനേക്കാൾ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു.
ആ ഡ്യൂപ്ലിക്കേറ്റിനെയൊക്കെ അറുതി വരുത്തിക്കൊണ്ട് നമ്മുടെ കൊച്ചു സംസ്ഥാനം ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി തന്നെ നിന്നുകൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിന് ആദ്യമായി ഒരു സംസ്ഥാനം കൃത്യമായ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ലോഞ്ച് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ സർ, വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ബിസിനസ് ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തും വിപ്ലവകരമായ രീതിയിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങള്, യഥാർത്ഥ ക്രൈസിസ്, ജീവിതത്തിൽ എവിടെ എത്തൂല എന്നുള്ള നമ്മുടെ എല്ലാ തീരുമാനം, ഇതിനൊക്കെ മാറ്റമായി കഴിഞ്ഞു. വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തലമുറ ഉണ്ടായി വന്നു കഴിഞ്ഞു ഈ ബിസിനസ്സിൽ. ഇതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ്.